ഭാരതത്തിലെ ഏറ്റവും പവിത്രമായ 4 ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം. ശ്രീകൃഷ്ണന്റെ മറ്റൊരു രൂപമായ ജഗന്നാഥൻ, ജ്യേഷ്ഠനായ ബലഭദ്രൻ, സഹോദരിയായ സുഭദ്ര എന്നിവരാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. 12ാം നൂറ്റാണ്ടിൽ കലിംഗ രാജാവായിരുന്ന അനന്തവർമ്മൻ ചോഡഗംഗ ദേവനാണ് ഈ മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പരമ്പരാഗത കലിംഗ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിന് ഏകദേശം 214 അടി ഉയരമുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ചില പ്രത്യേകതകൾ ശാസ്ത്രജ്ഞർക്കും യുക്തിവാദികൾക്കും ഇന്നും ഒരു സമസ്യയായി തുടരുകയാണ്. നൂറ്റാണ്ടുകളായി ഭക്തരെയും ശാസ്ത്രലോകത്തെയും ഈ സവിശേഷതകൾ ഒരേപോലെ അത്ഭുതപ്പെടുത്തുന്നു. സാധാരണയായി കാറ്റടിക്കുന്ന ദിശയിലേക്കാണ് തുണി പറക്കാറുള്ളത്. എന്നാൽ പുരി ക്ഷേത്രത്തിന്റെ മുകളിലുള്ള പതിതഭാവന എന്ന കൊടി എപ്പോഴും കാറ്റടിക്കുന്ന ദിശയ്ക്ക് കൃത്യം വിപരീത ദിശയിലാണ് പറക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല. കലിംഗ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം അഥവാ ശിഖരത്തിന് ഏതാണ്ട് 214 അടി ഉയരമുണ്ട്. എന്നാൽ പകലിന്റെ ഏത് സമയത്ത് നോക്കിയാലും സൂര്യൻ ഏത് ദിശയിലാണെങ്കിലും ഈ പ്രധാന ഗോപുരത്തിന്റെ നിഴൽ നിലത്തോ ക്ഷേത്രവളപ്പിലോ വീഴില്ല. വെളിച്ചത്തിന്റെ പ്രതിഫലന നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി. ഭൂമിശാസ്ത്രപരമായ നിയമങ്ങൾ അനുസരിച്ച് പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കും രാത്രിയിൽ കരയിൽ നിന്ന് കടലിലേക്കുമാണ് കാറ്റടിക്കാറുള്ളത്. എന്നാൽ പുരി നഗരത്തിൽ ഇത് നേരെ തിരിച്ചാണ്. പകൽ സമയത്ത് കാറ്റ് കരയിൽ നിന്ന് കടലിലേക്കും വൈകുന്നേരങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും വീശുന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടമായ സിംഹദ്വാരത്തിന് തൊട്ടടുത്താണ് കടൽ സ്ഥിതി ചെയ്യുന്നത്. സിംഹദ്വാരത്തിന് പുറത്തു നിൽക്കുമ്പോൾ കടലിരമ്പം വളരെ വ്യക്തമായി കേൾക്കാം. എന്നാൽ നാം ക്ഷേത്രത്തിനകത്തേക്ക് ഒരു ചുവട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ കടലിന്റെ ഒരു ശബ്ദവും കേൾക്കാൻ കഴിയില്ല. തിരിച്ചു പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ശബ്ദം കേൾക്കാം. ആത്മീയമായും സാംസ്കാരികമായും ഈ ക്ഷേത്രത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഈ ക്ഷേത്രത്തിലെ ചില പ്രധാന ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊന്നാമത്തേത് പുരി രഥയാത്ര ആണ്. ലോകപ്രസിദ്ധമായ ഉത്സവമാണിത്. പുരിയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് രഥയാത്ര. ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവർ ഭീമാകാരമായ 3 രഥങ്ങളിൽ ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന യാത്ര കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കുന്ന അപൂർവം അവസരങ്ങളിൽ ഒന്നാണിത്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ രഥങ്ങളുടെ കയർ വലിച്ച് പുണ്യം നേടാൻ ഇവിടെ എത്തുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ലോഹത്തിലോ കല്ലിലോ ഉള്ള വിഗ്രഹങ്ങളാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ പുരിയിൽ ആര്യവേപ്പിന്റെ തടിയിലാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഭൗതിക ശരീരം ശാശ്വതമല്ലെന്നും ആത്മാവ് മാത്രമാണ് അനശ്വരമെന്നുമുള്ള പ്രപഞ്ച സത്യത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. വേപ്പിൻ തടിയിൽ നിർമ്മിച്ചതിനാൽ 8, 12 അല്ലെങ്കിൽ 19 വർഷങ്ങൾ കൂടുമ്പോൾ പഴയ വിഗ്രഹങ്ങൾ മാറ്റി പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ചടങ്ങ് നവകളേബരം എന്നറിയപ്പെടുന്നു. മനുഷ്യന്റെ ജനന മരണ ചക്രത്തെയും പുനർജന്മത്തെയും സൂചിപ്പിക്കുന്ന അതീവ രഹസ്യവും ആത്മീയവുമായ ഒരു ചടങ്ങാണിത്. വിശ്വാവസു എന്ന ആദിവാസി ഗോത്രത്തലവൻ പൂജിച്ചിരുന്ന നീലമാധവൻ എന്ന വിഷ്ണു വിഗ്രഹമാണ് പിന്നീട് രാജാവായ
ഇന്ദ്രദ്യുമ്നനിലൂടെ ജഗന്നാഥനായി മാറിയത് എന്നാണ് ഐതിഹ്യം. ഇത് ആത്മീയത ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് മാത്രമല്ല, എല്ലാവർക്കുമുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. മറ്റൊരു അത്ഭുത ആചാരം ക്ഷേത്രഗോപുരത്തിന് മുകളിലുള്ള സുദർശന ചക്രമാണ്. പുരി നഗരത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും അത് നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുക. കൂടാതെ എല്ലാ ദിവസവും ഒരു പൂജാരി 45 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഈ ഗോപുരത്തിനു മുകളിൽ യാതൊരു സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ വെറും കൈയോടെ കയറിയാണ് കൊടി മാറ്റുന്നത്. ഈ ആചാരം കഴിഞ്ഞ 1800 വർഷങ്ങളായി മുടങ്ങാതെ തുടരുന്നു. പുരി ക്ഷേത്രത്തിലെ അടുക്കള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അടുക്കളകളിൽ ഒന്നാണ്. ഭഗവാന് മഹാപ്രസാദം ഒരുക്കുന്ന ക്ഷേത്ര അടുക്കളയിലെ പാചകരീതി തികച്ചും അത്ഭുതകരമാണ്. ഇവിടെ ഒരു വിറകടുപ്പിന് മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായി 7 മൺകലങ്ങൾ വെച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. യുക്തിപരമായി ഏറ്റവും അടിയിലുള്ള കലത്തിലെ ഭക്ഷണം ആദ്യം വേകണം. എന്നാൽ ഇവിടെ ഏറ്റവും മുകളിലിരിക്കുന്ന കലത്തിലെ ഭക്ഷണമാണ് ആദ്യം വേകുന്നത്. അതിനുശേഷം താഴോട്ട് ഓരോന്നായി വെന്തുവരുന്നു. എത്ര ലക്ഷം ഭക്തർ വന്നാലും ഇവിടെ പ്രസാദം തികയാതെ വരാറില്ല. ഇതിന്റെ വിതരണം വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രതീകമാണ്. പുരി ജഗന്നാഥ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്നത് സമത്വത്തിന്റെ സന്ദേശമാണ്. ഭഗവാന്റെ മഹാപ്രസാദം കഴിക്കുന്നതിൽ ജാതിയോ ഭരണാധികാരിയെന്നോ പ്രജയെന്നോ ഉള്ള വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെ ഇരുന്ന് ഇത് കഴിക്കുന്നു. ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത പല പ്രതിഭാസങ്ങളും ഇവിടെയുണ്ട്. കാറ്റിന്റെ എതിർദിശയിൽ പറക്കുന്ന കൊടി, ക്ഷേത്രത്തിന് നിഴൽ വീഴാത്ത നിർമ്മിതി, ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചാൽ കടലിന്റെ ശബ്ദം കേൾക്കാതാവുക എന്നിവ ഭക്തരിൽ വലിയ ആത്മീയ വിസ്മയം നിറയ്ക്കുന്നു. സാധാരണ വലിയ ഗോപുരങ്ങൾക്ക് മുകളിലും ക്ഷേത്ര പരിസരങ്ങളിലും പക്ഷികൾ വന്നിരിക്കാറുണ്ട്. എന്നാൽ പുരി ക്ഷേത്രത്തിന്റെ ഗോപുരത്തിനു മുകളിലോ അതിനു മുകളിലുള്ള ആകാശത്തോ ഒരു പക്ഷിയും പറക്കാറില്ല. കൂടാതെ ഈ ക്ഷേത്രത്തിന് മുകളിലൂടെ വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ പറക്കാറില്ല. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നോ ഫ്ലൈ സോൺ അല്ല എന്നത് ശ്രദ്ധേയമാണ്. ഒഡീസി നൃത്തം, പട്ടുചിത്രങ്ങൾ, മണൽ ശില്പകല എന്നിവയെല്ലാം ഈ ക്ഷേത്ര സംസ്കാരവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. 12ാം നൂറ്റാണ്ടിൽ ഗംഗാ രാജവംശത്തിലെ അനന്തവർമ്മൻ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം കലിംഗ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ചുരുക്കത്തിൽ പുരി ജഗന്നാഥ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, അത് ഭാരതീയ സംസ്കാരത്തിന്റെ, പ്രത്യേകിച്ച് കിഴക്കൻ ഭാരതത്തിന്റെ കല, തത്വശാസ്ത്രം, ആചാരങ്ങൾ, സാമൂഹിക സമത്വം എന്നിവയുടെ ജീവിക്കുന്ന പ്രതീകമാണ്.